نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. ബഹുമാന്യരായ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഏത് സംരംഭങ്ങളെയും ഏറെ സഹായിക്കുന്ന ഒരു വ്യക്തി അല്പം പ്രയാസകരമായ രോഗത്തെ തുടർന്ന് ഒരു സർജറിക്ക് വിധേയമാകുകയും ഹോസ്പിറ്റലിലാണ് നിലവിലുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലെ 159 വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ 2 ഖുതുബകളിലായി നാം മനസ്സിലാക്കിയത് സൽവിചാരം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ്. പടച്ച റബ്ബിനെ കുറിച്ചും സൽവിചാരം വേണം, പടപ്പുകളെ കുറിച്ചും സൽവിചാരം വേണം എന്നതാണ് 2 ഖുതുബകളിലായി വിശദീകരിച്ചത്. ഈ സൽവിചാരം മാത്രമല്ല, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ എപ്പോഴും നല്ലതായി മാറണമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ആളുകളോടെല്ലാം നല്ലത് പറയുക, മാന്യമായി പെരുമാറുക, ഏറ്റവും നല്ല പദങ്ങളിൽ ഏറ്റവും നല്ല ശൈലിയിൽ ആളുകളുമായി ഇടപെടുക, സംസാരിക്കുക എന്നതും ഈമാനിന്റെ ഭാഗമായി തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടത്. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം എന്ന് സൂറത്ത് ബഖറയിൽ അല്ലാഹു തആല ബനൂ ഇസ്രായേലിനോട് പറഞ്ഞ കാര്യം നമ്മോടും പ്രത്യേകമായി എടുത്തുദ്ധരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് കാണാൻ കഴിയും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ട് എങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ, ഫൽയഖുൽ ഖൈറ, അവൻ ഖൈർ പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, മൗനം പാലിക്കട്ടെ എന്നാണ്. സംസാരം നന്നാക്കുക, മാന്യമായ ശൈലിയാവുക, ഖൈറായത് പറയുക എന്നത് ഈമാനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അല്ലാഹുവും റസൂലും എല്ലാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞു, തീർച്ചയായും സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്, ഇന്ന ഫിൽ ജന്നതി ഗുർഫതൻ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ളാഹിരിഹാ. സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും കാണാം, പുറത്തു നിന്ന് ഉള്ളിലേക്കും കാണാം. ആ നിലക്കുള്ള പ്രത്യേകമായ ഭവനമുണ്ട് സ്വർഗത്തിലെന്ന് നബിതങ്ങൾ പറയുമ്പോൾ സ്വഹാബിയായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു പറയുന്നു, ഞാൻ ചോദിച്ചു, നബിയെ, ആർക്കാണ് അത് ലഭിക്കാൻ അവകാശമുണ്ടാവുക? നബിതങ്ങൾ പറഞ്ഞു, 3 കാര്യമാണ്. ആ 3 കാര്യം മുത്തലിങ്ങിയവർക്കാണ് ആ ഭവനമുണ്ടാവുക എന്നാണ്. ഒന്നാമതായി ലിമൻ അലാനിൽ കലാം, മാന്യമായ സംസാരം നിർവഹിച്ചവർക്കാണ് അതുള്ളത്. ലയ്യനായ മാന്യമായ സംസാരമുള്ളവർക്കാണ് അതുള്ളത്. ആളുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്തവർക്കാണ്. അതോടൊപ്പം ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് റബ്ബിനു വേണ്ടി നിൽക്കുന്ന, നിസ്കരിക്കുന്ന ആളുകൾക്കുമാകുന്നുവെന്ന് 3 കാര്യം പറഞ്ഞു. 1 രാത്രി നിസ്കാരം, 2 ഭക്ഷണം നൽകുക, 3ാമതായി നബിതങ്ങൾ 1ാമതായി എണ്ണി പറഞ്ഞത് അലാനിൽ കലാം, ലയ്യനായ മൃദുവായ സംസാരത്തിന്റെ ഉടമകൾ, അവർക്കാണ് ആ ഭവനമുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ വചനത്തിന്റെ ആശയമായി നബിതങ്ങൾ നമ്മെ എടുത്തു പഠിപ്പിക്കുകയാണ്. എപ്പോഴും മാന്യമായ സംസാരം, നല്ല സംസാരം, അത് എവിടെയാണെങ്കിലും, ആരോടാണെങ്കിലും, സ്വന്തക്കാരോടാണെങ്കിലും, എതിരാളിയോടാണെങ്കിലും, എത്ര വലിയ ശത്രുവിനോടാണെങ്കിൽ പോലും അവിടെ പോലും നല്ലത് പറയാനാണ് അല്ലാഹു തആലയും റസൂലുമെല്ലാം ആവശ്യപ്പെടുന്നത്. നബിതങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, വഖുൽ ലിഇബാദി യഖൂലു ലത്തി ഹി അഹ്സൻ, എന്റെ അടിമയോട് പറഞ്ഞു കൊടുക്കണം, യഖൂലു ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ലതാണ് അവർ പറയേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു തആല പ്രത്യേകമായി നബിയെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. നബിതങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ, ആളുകൾ ചില വാക്കുകൾ പ്രയോഗിക്കും, ആ വാക്ക് മിൻ റിദ്വാനില്ല, പടച്ച റബ്ബിന് ഏറെ തൃപ്തിപ്പെട്ട വാക്കുകളായിരിക്കും. പക്ഷേ മാ യുൽഖീ ലഹാ ബാല, പറഞ്ഞ മനുഷ്യർ പക്ഷേ അത്ര വലിയ കാര്യമായിട്ടൊന്നും കണക്കാക്കിയിട്ടുണ്ടാവില്ല, പരിഗണിച്ചിട്ടുണ്ടാവില്ല. അയാൾ പറഞ്ഞത് ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ റബ്ബിന് ഇഷ്ടപ്പെട്ട, റബ്ബിന്റെ തൃപ്തി നിറഞ്ഞ വചനമാണത്. അത്തരം വാക്കുകൾ പറയുക വഴി അവന് യുർഫഉ ബിഹാ ദറജാത്തിൻ, അത് മുഖേന അവന്റെ പദവികൾ ധാരാളമായി ഉയർത്തപ്പെടുമെന്നാണ്. അതേസമയം മറുഭാഗവും നബിതങ്ങൾ പറഞ്ഞു, വൈനൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ സഖ്തില്ലാ ലാ യുൽഖീ ലഹാ ബാല, പടച്ച റബ്ബിന് വെറുപ്പുള്ള, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ചില വാക്കുകൾ ചില ആളുകൾ പ്രയോഗിക്കും. ആ പറയുന്നവൻ ഒരുപക്ഷെ ഗൗരവമായി കാണണമെന്നില്ല, എന്നാലും ശരി, യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ വാക്ക് മുഖേന അവൻ നരകത്തിൽ ചെന്ന് വീഴാൻ നിമിത്തമായി മാറുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്നർത്ഥം. ചില വാക്കുകൾ നമ്മുടെ സ്വർഗം തീരുമാനിക്കുമെങ്കിൽ ചില വാക്കുകൾ നരകത്തെയും തീരുമാനിക്കുന്ന കാര്യമാണ്. ആരുമായി സംസാരിക്കുമ്പോഴും മാന്യമായ ശൈലി, കടിച്ചു കീറി എല്ലാവരെയും ഒന്നാകെ തകർത്ത് കളയുന്ന സംസാരമല്ല വേണ്ടത്. വായ നിറയെ സംസാരിക്കുന്ന ആളുകൾ, തട്ടിക്കേറി പറയുന്ന ആളുകൾ, എല്ലാവരെയും ഉത്തരമുട്ടിക്കുന്ന ആളുകൾ, ആ സംസാരങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യങ്ങളല്ല. മാന്യമായി ശാന്തമായി സംസാരിക്കാനാണ് അല്ലാഹുവും റസൂലും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത് എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. മാത്രവുമല്ല, ഇനി മാതാപിതാക്കളുടെ വിഷയം പറയുമ്പോഴും അവിടെയും അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത് മാന്യമായി സംസാരിക്കണമെന്നാണ്. ഫലാ തഖുൽ ലഹുമാ
ഉഫിൻ വലാ തൻഹർഹുമാ, മാതാപിതാക്കൾ പ്രായമായ അവസ്ഥയിൽ നിന്റെ മക്കൾ ഉണ്ടെങ്കിൽ നീ അവരോട് മാന്യമായി പെരുമാറണം. വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഉഫിൻ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. ചേ എന്ന ഒരു പദം പോലും, അനിഷ്ടത്തിന്റെ ഏറ്റവും ചെറിയ ഒരു വാക്കാണ് അറബികൾ ഉപയോഗിക്കുന്ന ഉഫ് എന്ന പ്രയോഗം. ഒരു കാര്യം നമുക്കിഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ എന്തു പണിയാണ് ചെയ്തത് എന്ന അർത്ഥത്തിലുള്ള ആ ഒരു പ്രയോഗമാണ് ആ ഛേ എന്ന പ്രയോഗം. അതിനാണ് അറബിയിൽ ഉഫ് എന്ന് ഉപയോഗിക്കുക. വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് നീ ആ ഒരു പ്രയോഗം പോലും നിർവഹിക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ വിചാരിച്ച കാര്യമാകണമെന്നില്ല പ്രായമായ മാതാപിതാക്കൾ ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്തായിരിക്കാം ഒരു പക്ഷേ അവരെ വാക്കും പ്രവൃത്തികളുമൊക്കെ പ്രായമാകുമ്പോൾ. ആ സമയത്ത് ഒരു അനിഷ്ടം പോലും കാണിക്കാതെ എന്തെങ്കിലും ഒരു പദപ്രയോഗം പോലും അവർക്കിഷ്ടമില്ലാത്തത്, അവരെ വേദനിപ്പിക്കുന്നത് പറയാൻ പോലും പാടില്ല. മാത്രവുമല്ല വലാ തൻഹർഹുമാ, നീ അവരെ വിരട്ടാനും പാടില്ല എന്നാണ്. കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് തടഞ്ഞു വെക്കുക, ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അതൊക്കെയാണ് നഹറ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രവുമല്ല അല്ലാഹു തആല പറഞ്ഞു വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മതി, അവർക്ക് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ നീ താഴ്ത്തി കൊടുക്കണം. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അവരുടെ ഏറ്റവും നല്ല എളുപ്പമുള്ള വാക്ക് നീ അവർ പറയുകയും വേണമെന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ദഅവ രംഗത്ത് പറയുമ്പോൾ അവിടെയും അല്ലാഹു തആല പറഞ്ഞു വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന, റബ്ബിലേക്ക് വിളിക്കുന്നവനെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ ഏത് രംഗത്തും ആരുമായി സംസാരിക്കുമ്പോഴും അവിടെയൊക്കെ സംസാരത്തിന്റെ ശൈലി പ്രധാനമാണ്. നബി തങ്ങളെപ്പറ്റി സഹാബിമാർ പറഞ്ഞു വരുമല്ലോ, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിസൻ വലാ ലആനൻ, നബി തങ്ങൾ ഒരിക്കലും മോശമായ ഒരു സ്വഭാവത്തിന്റെ പ്രകൃതത്തിന്റെ ആളായിരുന്നില്ല. വലാ ലആനൻ, ആളുകൾ ശപിക്കുന്ന പഴിക്കുന്ന ആളുമായിരുന്നില്ല. വലാ സബ്ബാബൻ, ചീത്ത പറയുന്ന ആളുമായിരുന്നില്ല. എല്ലാവരും തട്ടിക്കേറി, എല്ലാവരും ചീത്ത പറഞ്ഞ്, എല്ലാവരും കുറ്റപ്പെടുത്തി, എല്ലാവരും ശപിച്ച്, അങ്ങനെ എല്ലാവരും വെറുപ്പിക്കുന്ന ചടപ്പിക്കുന്ന ശൈലി ആയിരുന്നില്ല നബി ഞങ്ങൾക്കുണ്ടായിരുന്നത്. മാത്രമല്ല കാന യഖൂലു ഇന്നൽ മഈബ, നബി ഞങ്ങൾക്ക് ആക്ഷേപിക്കേണ്ടി വന്നാൽ പോലും മാലഹു എന്ന് മാത്രം, എന്താ ഇതിങ്ങനെ എന്ന് ചോദിക്കുമെന്നല്ലാതെ ഒരു ആക്ഷേപത്തിന്റെ വാക്ക് പോലും, ഒരാളെ കുറിച്ച് മോശമായ ഒരു പദപ്രയോഗം പോലും പ്രവാചകർ നിർവഹിക്കാറില്ല എന്ന് സ്വഹാബിമാർ നബിയെ പറ്റി പ്രത്യേകമായി എടുത്തു പറയുന്നു. മാത്രമല്ല ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫഹ്ശ വത്തഫഹുശ, ചീത്തയായ വാക്കുകൾ, അത്തരം പദങ്ങൾ പ്രയോഗിക്കുക, അതൊന്നും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല എന്നുകൂടി പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏത് രംഗത്തും ഒരു മാന്യമായ സംസാരം, അതാണ് ഏറ്റവും പ്രധാനം. ആരോട് സംസാരിക്കാൻ, എത്ര വലിയ എതിരാളിയാവട്ടെ, അവിശ്വാസിയാകട്ടെ, അവിടെ പോലും മാന്യമായ സംസാരമാണ്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവുമായുള്ള സംസാരങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് എടുത്തു കാണിക്കുന്നു. അവിടെയൊക്കെ യാ അബത്തി, യാ അബത്തി, എന്റെ പൊന്നുപ്പ, എന്റെ പൊന്നുപിതാവ് എന്നർത്ഥമുള്ള ആ പദപ്രയോഗം വാത്സല്യത്തിന്റെ, സ്നേഹത്തിന്റെ പദപ്രയോഗമാണ്. തൗഹീദ് പറയുമ്പോഴും ശിർക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആ ശിർക്കിന്റെയും കുഫറിന്റെയും നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുമ്പോഴും ഏറ്റവും മാന്യമായ ശൈലി സംസാരിക്കാനാണ് ഇബ്രാഹിം നബിയുടെ മാതൃകയിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചത്. അവസാനം വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോഴും സലാമുൻ അലൈക് സഅസ്തഗ്ഫിറുക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ, സലാമുൻ അലൈക് വാപ്പ, നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ, രക്ഷയുണ്ടാവട്ടെ, മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പൊറുക്കൽ തേടാം എന്നുവരെ ആ വാപ്പയോട് പോലും മാന്യമായി പെരുമാറിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ട മകനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പ്രവാചക വചനങ്ങളിൽ എല്ലാം നമ്മൾ പരിശോധിച്ചാൽ ധാരാളമായ ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഫിർഔന്റെ മുമ്പിലേക്ക് മൂസാ നബിയും ഹാറൂൻ നബിയും പോകുമ്പോൾ പോലും അല്ലാഹു തആല ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന എന്നാണ്. ആ ഫിർഔനിനോട് പോലും ഫഖൂലാ ലഹു, അവരോട് നിങ്ങൾ പറയണം ഖൗലൻ ലയ്യിന, ഏറ്റവും നല്ല വാക്ക് പറയുക, മാന്യമായ, ഏറ്റവും മൃദുവായ സംസാരമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. ഫിർഔന്റെ മുമ്പിലേക്കാ പോകുന്നത്. ഞാൻ ആ റബ്ബെന്ന് പ്രഖ്യാപിച്ച, അന റബ്ബുക്കുമുൽ അഅ്ല, ഏറ്റവും വലിയ റബ്ബ് ഞാനാകുന്നു എന്ന് പ്രഖ്യാപിച്ച ആ ഫിർഔന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ പോലും അല്ലാഹു തആല നൽകിയ
ഉപദേശമതാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ഏറ്റവും നല്ല വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ്. പറയുന്ന തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്, കുഫർ പാടില്ല എന്നാണ്. റബ്ബിലേക്കാൾ ക്ഷണിക്കുന്നത് ആശയത്തിൽ മയപ്പെടുത്തണമെന്നല്ല, പറയേണ്ടത് കൃത്യമായി തൗഹീദിന്റെ വിഷയം തന്നെയാണ്. പക്ഷേ പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ, അവിടെയുള്ള അവന്റെ സംസാര ശൈലികൾ, അത് ഫിർഔന് മുമ്പിലാണെങ്കിൽ പോലും ഏറ്റവും മാന്യമായി പറയാനാണ് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. അതിൽ നിന്ന് തെളിവാക്കിക്കൊണ്ട് സ്വഹാബിമാർ പ്രയോഗിച്ച പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ ഖാല ലി ഫിർഔനു ഖൈറൻ ലറദ്തു അലൈഹി, ഫിർഔനെങ്ങാനും എന്നോട് ഖൈറായ കാര്യം പറഞ്ഞാൽ അതിനേക്കാൾ ഖൈറായത് ഞാൻ അവരോട് തിരിച്ചു പറയുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇത്തരം ആയത്തുകളെ അടിസ്ഥാനമാക്കി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ സംസാര ശൈലികൾ, നമ്മുടെ പദപ്രയോഗങ്ങൾ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക. നല്ല വാക്കുകൾ ഉപയോഗിക്കുക, ഇഷ്ടമുള്ള പേരുകൾ പ്രയോഗിക്കുക. നബിയുടെ സാധാരണ ശൈലിയായിരുന്നു. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, ആദരിക്കേണ്ടവരെ ആദരിക്കുക. എത്ര വലിയ എതിരാളിയാണെങ്കിലും അർഹിക്കുന്ന ആദരവും ബഹുമാനവും വകവെച്ചു കൊടുക്കാൻ നബി ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഹുസൈൻ, അദ്ദേഹം മുസ്ലിക്കീങ്ങളുടെ നേതാവായിരുന്നു. അദ്ദേഹം അവർക്കിടയിൽ വലിയ കാര്യപ്പെട്ട ആളാണ്. മുസ്ലിങ്ങൾ ഒന്നിച്ചുകൂടി യോഗം ചേരുകയും മുഹമ്മദ് നബിയുടെ ഈ ദഅവത്ത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് പോയി സംസാരിച്ചാലോ എന്ന് പറയുകയും അങ്ങനെ ഹുസൈനെ അത് ഏൽപ്പിക്കുകയും അദ്ദേഹം ഏതാനും ആളുകൾ ഒന്നിച്ചു പോയി നബിയെ കാണാൻ വേണ്ടി വരുന്ന രംഗം ഹദീസിൽ കാണാൻ കഴിയും. നബിയുടെ വീടിന് പുറത്തെത്തുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പുറത്തിരിക്കുക, ഞാൻ അകത്ത് കയറി സംസാരിക്കാം. ഇദ്ദേഹം മാന്യമായി സംസാരിക്കുന്ന ആളാണ്. ഞാനൊന്ന് പോയി മുഹമ്മദിനെ കാണട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ. നബിയും സഹാബത്തും ഇരിക്കുമ്പോഴാണ് കയറി വന്ന് നബി ഞങ്ങൾ പറഞ്ഞു, ഷെയ്ഖ് ഇതാ ഖുറൈശി നേതാവ് വന്നിരിക്കുന്നു, ഒന്ന് സദസ്സ് വിശാലമാക്കി കൊടുക്കും, ഇരിപ്പിടം നൽകും എന്ന് പറഞ്ഞ് ബഹുമാനിക്കുകയും അവിടെ ഇരിക്കാൻ സൗകര്യം കൊടുക്കുകയും. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, എന്താണ് മുഹമ്മദ്, ഞങ്ങളെ ഇലാഹുകളെ നീ ആക്ഷേപിക്കുന്നുവോ, ഞങ്ങളെ ആരാധനമാരെ നീ ചീത്ത പറയുന്നുവെന്ന് കേട്ടല്ലോ, എന്താണതങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നബി ഞങ്ങൾ ചോദിച്ചു, എത്ര ഇലാഹുകളെയാണ് നിങ്ങൾ ആരാധിക്കും, എത്ര ഇലാഹുകളെ നീ ആരാധിക്കുന്നുണ്ട്? അദ്ദേഹം പറഞ്ഞു, സബഅത്തും ഫിൽ അർളി വവാഹിദുൻ ഫിസ് സമാ, 7 ഇലാഹുകൾ എനിക്ക് ഭൂമിയിലുണ്ട്, 1 ആകാശത്തുമുണ്ട്. ഇങ്ങനെ 8 ഇലാഹുകളെ ഞാൻ ആരാധിക്കുന്നുണ്ട്. നബി ഞങ്ങൾ ചോദിച്ചു, നിനക്ക് പ്രയാസം വന്നാൽ ഏത് ഇലാഹിനോടാണ് നീ പ്രാർത്ഥിക്കുന്നത്? ആകാശത്തുള്ള ഇലാഹിനോടാണ്. നിനക്ക് ക്ഷാമമുണ്ടായാൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ആകാശത്തുള്ളവനോടാണ്. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നബി ഞങ്ങൾ ചോദിച്ചു, ഈ രംഗത്തൊക്കെ താങ്കൾ ആ ആകാശത്തുള്ളവനെയാണ് പ്രാർത്ഥിക്കുന്നത്, എങ്കിൽ പിന്നെ എന്തിനാണ് ആ റബ്ബിൽ നിങ്ങൾ പങ്കു ചേർക്കുന്നത്? അതുകൊണ്ട് അസ്ലിം തസ്ലം, നീ മുസ്ലിം ആവുക, എനിക്ക് രക്ഷപ്പെടാമെന്ന് നബി ഞങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ആ സ്പോട്ടിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് ഹദീസിൽ കാണാൻ കഴിയും. ആ മാന്യമായ പെരുമാറ്റമായിരുന്നു, ആ ഒരു സ്വീകരണവും അവർക്ക് വേണ്ടി ആ പെരുമാറ്റങ്ങളും എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് നിങ്ങൾ മാന്യമായി കൂടെ യാത്രയാക്കിക്കൊണ്ട് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നബിയുടെ മുമ്പിൽ വന്ന് പരുഷമായി പെരുമാറിയ പല സംഭവങ്ങൾ അറാബികളായ ആളുകളൊക്കെ നബിയുടെ മുമ്പിൽ വന്ന് നബിയുടെ സമീപത്ത് നബിയുടെ തോളിലിട്ട ഒരു പരുത്ത മുണ്ട്, ആ മുണ്ട് ഉറക്കെ വലിച്ചുകൊണ്ട് പറയും, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ്, ആളോട് പറയൂ, എനിക്ക് വല്ലതും തരാൻ പറയൂ എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ കാണാൻ പറ്റും. അറാബികളാണ്, ബദുക്കളാണ്, അവർക്ക് സംസ്കാരം അറിയില്ല, ഒരാളുമായി പെരുമാറേണ്ട മര്യാദ അറിയില്ല. നബിയുടെ കഴുത്തിന് നല്ല പരുത്തൊരു മുണ്ട് കിടക്കുക, ആ മുണ്ടിന് വലിക്കുകയാണ്. വലിച്ചപ്പ നബിയുടെ കഴുത്തിലാകെ അതിന് അടയാളം പതിഞ്ഞുവെന്നാണ്. എന്നിട്ട് പറയാ, വല്ലതും തരാൻ പറയുമെന്നാണ്. നബി ഞങ്ങൾ സഹാബത്തുമാർക്ക് വേണ്ടത് കൊടുക്കുമെന്നാണ്. അല്ലാതെ ഒരു തെറ്റായ വാക്ക് പോലും ഉണ്ടായില്ല. മറ്റൊരു അറാബി വരുന്നു, ഇവിടെ മുമ്പിൽ വരുന്ന എനിക്ക് വല്ലതും വേണം, സഹായിക്കണമെന്ന് പറയുന്നു. നബി ഞങ്ങൾ സഹായം നൽകിയിട്ട് ചോദിച്ചു, ഞാൻ എനിക്ക് മാന്യമായ ഒരു പരിഗണന നൽകിയില്ലേ? ഇല്ല, നിങ്ങൾ എന്നെ പരിഗണിച്ചിട്ടില്ല, അർഹിക്കുന്നത് തന്നിട്ടില്ല എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ഒന്നാകെ ഇളകി. ഇയാൾക്ക് എന്താണ് നബിയുടെ മുമ്പിൽ വെച്ച് ഇത്ര അപമര്യാദയായി പെരുമാറുന്ന ഒരാളോ എന്ന് വെച്ച് എല്ലാം കൂടി ഇളകിയപ്പോൾ നബി ഞങ്ങൾ അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അദ്ദേഹത്തിന് പിന്നെയും കുറച്ചുകൂടി നബി ഞങ്ങൾ നൽകി. ചോദിച്ചു, നിനക്ക് നിന്റെ ആവശ്യത്തിനായോ? സന്തോഷമായോ? സന്തോഷമായി. നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നബി ഞങ്ങൾ പറഞ്ഞു, നേരത്തെ നീ സംസാരിച്ചപ്പോൾ എന്റെ സ്വഹാബിമാർക്ക് ഇതിനെക്കുറിച്ചൊരു മോശമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്, ആ ധാരണ തിരുത്തണം. അതുകൊണ്ട് നീ അവർക്ക് മുമ്പിൽ പോയിക്കൊണ്ട് എന്റെ സന്തോഷം നീ പ്രകടിപ്പിക്കണം. നിന്നെപ്പറ്റൊരു മോശമായ വിചാരം അവർക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. അദ്ദേഹം ചെന്നു, അവരെ മുമ്പിൽ വെച്ച് നബിയെ പ്രശംസിച്ചു പറഞ്ഞു. ഈ കാര്യങ്ങൾ നാം പറഞ്ഞു. ശേഷം നബി ഞങ്ങൾ സ്വഹാബത്തോട് പറഞ്ഞു, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു മനുഷ്യന്റെ ഒട്ടകം നഷ്ടപ്പെട്ടവനെ പോലെയാണ്. ആ ഒട്ടകം ഓടിപ്പോയി, അത് കുറുമ്പ് കാണിച്ച് ഓടിപ്പോയപ്പോൾ എല്ലാവരും കൂടെ പിന്നാലെ കൂടി അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ കൂടുതൽ മോട്ട് കാണിക്കുക എന്നല്ലാതെ
അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല. ഒട്ടകത്തിന്റെ യജമാനൻ ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങളെല്ലാം മാറി നിൽക്കുക, ഞാനതിനെ പിടിച്ചുകൊള്ളാമെന്ന് പറയുകയും അദ്ദേഹം ചെന്ന് മാന്യമായി പിടിച്ചുകൊണ്ടുവന്ന് കെട്ടുകയും ചെയ്തു. ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉദാഹരണം. നിങ്ങൾ ആ ശൈലി കണ്ടപ്പോഴേക്ക് പേടിയായിപ്പോയി. നിങ്ങൾ ചാടിക്കേറി അയാൾക്ക് മീതെ കടന്നാക്രമിച്ച് ഒരുപക്ഷെ അയാൾ കൊല്ലപ്പെട്ടാൽ അയാൾ നരകാവകാശിയായി മാറുമായിരുന്നു. അതേസമയം ഒരു മാന്യമായ പെരുമാറ്റം കൊണ്ട് അയാൾക്കുണ്ടായ മാറ്റം കണ്ടോ എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതൊരു പാഠമായവരെ പഠിപ്പിക്കുകയും ചെയ്തതായി കാണാൻ സാധിക്കും. ഇങ്ങനെ ഏതു രംഗത്തും മാന്യമായ ശൈലികൾ, ആളുകളെ മനസ്സറിഞ്ഞ് അവരേക്ക് ഇറങ്ങിച്ചെന്ന് ഏറ്റവും നല്ല ഹൃദയമായ പെരുമാറ്റങ്ങളാണ് ഒരു വിശ്വാസി നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. അല്ലാഹുവിനെ വിശ്വാസമുണ്ടെങ്കിൽ, റസൂലിനെ അന്ത്യനാൾ വിശ്വാസമുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറ, അവൻ ഖൈറ് പറയട്ടെ എന്നാണ്. അത് വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട് എല്ലാ രംഗത്തും ഒരു മാന്യമായ സംസാരം. നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ പലപ്പോഴും വിളിക്കുക യാ ആയിഷ് എന്നായിരുന്നു. യാ ആയിഷ്, ആ വിളിയിൽ പോലും വല്ലാത്ത സ്നേഹം തുളുമ്പി നിൽക്കാറുണ്ട് എന്നർത്ഥം. ആയിഷ ബിബി ദേഷ്യം പിടിക്കുമ്പോൾ പോലും മാന്യമായി പെരുമാറുന്ന, ഏറ്റവും നല്ല ശൈലി അങ്ങോട്ട് പ്രതികരിക്കുന്ന രീതികൾ നബിതങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു മാതൃക നമ്മളും സ്വീകരിക്കണം. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് ഏറ്റവും നല്ലത് നിങ്ങൾ പറയുക എന്ന റബ്ബിന്റെ ആ പ്രയോഗം അത് വലിയ പ്രധാനമാണ്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. നബിതങ്ങൾ അല്ലാഹു തആല കൽപ്പിച്ചു, ഖുദിൽ അഫ്വ, ഈ മാപ്പ് നൽകണം, വിട്ടുവീഴ്ച കൊടുക്കണം. വഅ്മുർ ബിൽ ഉർഫ്, സദാചാരം കൽപ്പിക്കണം. വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ അവഗണിച്ചേക്ക്. ചില ജാഹിലീങ്ങൾ ഉണ്ടാകും, എന്തായാലും മാറാത്ത, എന്തായാലും മനസ്സിലാവാത്ത ജാഹിലുമാരുണ്ടാകും. അവരെ വിട്ടേക്കുക, അവരെ നീ അവഗണിക്കുക. അതിനെ കാര്യമാക്കേണ്ടതില്ല. അവർ പലതും പറയും, അവർ പലതും ചെയ്യും. അതെല്ലാം പ്രതികരിക്കാൻ പോയാൽ, അതെല്ലാം സമാനമായി അങ്ങോട്ടും കൊടുക്കാൻ പോയാൽ അതെങ്ങോട്ടും എത്തുകയില്ല. അത്തരം ഘട്ടങ്ങളിൽ വഅരിദ് അനിൽ ജാഹിലീൻ, ആ ജാഹിലീങ്ങളിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക എന്ന് അല്ലാഹു റസൂലിനോട് അല്ലാഹു തആല പ്രത്യേകമായി കൽപ്പിക്കുന്നത് കൂടി കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറയാണ്, വല്ലാഹി പടച്ച റബ്ബാണ് സത്യം, മാ അൻസലല്ലാഹു ഹാദിഹിൽ ആയ ഇല്ലാ ഫി അഖ്ലാഖിൻ നാസ്, ജനങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടല്ലാതെ ഈ ആയത്ത് അല്ലാഹു തആല ഇറക്കിയിട്ടില്ല എന്നാണ്. അത്ര വലിയ പാഠം ആ ആയത്തിലുണ്ട് എന്നാണ് സഹാബിമാരൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു മാതൃക പറയുകയും കേൾക്കുകയും ചെയ്തതിനുപരി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ, അമലാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആളുകൾ പല തട്ടിലാണ്. എല്ലാവരുടെയും പ്രതികരണങ്ങളും എല്ലാവരുടെയും സ്വഭാവങ്ങളും ഒരുപോലെ ആവുകയില്ല. അതെല്ലാം കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് മാന്യമായി പെരുമാറാൻ തന്നെയാണ് വിശ്വാസികളെ ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലും ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയും ഇരിക്കുമ്പോൾ യഹൂദികളായ ആളുകൾ നിന്ന് ഒരു സംഘം നബിയുടെ അടുത്തേക്ക് വന്നു. അവരെ പറഞ്ഞു അസ്സാമു അലൈക്കും എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. സാം എന്ന് പറഞ്ഞാൽ നാശം, മരണം എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. അസ്സാമു അലൈക്കും, നീ തൊലയട്ടെ എന്ന അർത്ഥത്തിലാണ് പ്രയോഗം. പെട്ടെന്ന് കേൾക്കുമ്പോൾ സലാം പറയുകയാണെന്ന് തോന്നുകയും ചെയ്യും. അത് അവരുടെ ഒരു കുതന്ത്രമായിരുന്നു. കേൾക്കുന്ന ആളുകൾ വിചാരിക്കുക നബിയോട് സലാം പറഞ്ഞുകൊണ്ടാണ് അവർ കയറി വന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞതോ അസ്സാമു അലൈക്കും എന്നാണ്. ആയിഷ ബീവി പറയാണ്, ഞങ്ങൾക്കത് മനസ്സിലായി. അവരാ പ്രയോഗത്തിൽ നിന്ന് അവിടെ ആ നബിയോടുള്ള വെറുപ്പും അവിടെ ഈ ഒരു കുതന്ത്രവുമൊക്കെ മനസ്സിലായി. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അലൈക്കുമുസ്സാമു വല്ലഅന, നിങ്ങൾക്കാണ് നാശം, നിങ്ങൾക്കാണ് ശാപമെന്ന് ഞാൻ തിരിച്ച്
പ്രതികരിച്ചു പോയി. നബിയോട് ഇത്ര മോശമായി പെരുമാറുന്ന ഈ രംഗം കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാതായ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് തിരിച്ച അതേ നാണയത്തിൽ പ്രതികരിക്കുകയാണ്. അപ്പൊ നബി തങ്ങളെ പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, ആയിഷ വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, ആ നിലക്കൊന്നും പ്രതികരിക്കേണ്ടതില്ല. ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും ഒരു മാർദ്ദവമാണ് പടച്ച റബ്ബിന് ഇഷ്ടം. ഒരു കർക്കശമായ രീതി, പരുഷമായ സ്വഭാവങ്ങൾ അതല്ല അല്ലാഹ് ഇഷ്ടപ്പെടുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടം എപ്പോഴും ഏറ്റവും മാന്യമായ മൃദുവായ രൂപത്തിലുള്ള പെരുമാറ്റമാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് നബി തങ്ങൾ പറയുമ്പോൾ ആയിഷ ചോദിച്ചു, യാ റസൂലല്ലാഹ് അലം തസ്മഉ മാ ഖാലു, നബി അവരാ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല? എന്താ അവര് പറഞ്ഞത്? നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പെരുമാറുന്ന മനുഷ്യന്മാർ, അത് നിങ്ങൾ കേട്ടില്ലേ നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതെ ആയിഷ ഞാൻ കേട്ടു. ഫഖദ് ഖുൽതു അലൈക്കും, ഞാനത് കേട്ടു, ഞാൻ പ്രതികരിച്ചത് അലൈക്കും എന്നാണ്. അത് പറഞ്ഞാൽ മതി, അലൈക്കും. അപ്പൊ അവർക്ക് പരിഹാസമാണോ? ആ പരിഹാസം അവരേക്ക് തിരിച്ചു പോയിക്കോട്ടെ. അല്ല സതുദ്ദേശമാണോ? അതും അവർക്ക് ലഭിച്ചോട്ടെ. അല്ല തിരിച്ചങ്ങനെ ഒരു അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ശൈലി വേണ്ട എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാക്ക് നബി തങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക്. അപ്പൊ ആളുകൾ പല ടൈപ്പാണ്. ചിലര് അത്ര വിവേകമുണ്ടാവില്ല, വിദ്യാഭ്യാസം ഉണ്ടാവില്ല, സംസ്കാരം ഉണ്ടാവില്ല, വളർന്ന സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം. ചില ആൾക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും, എല്ലാവരും ഒരുപോലെ ആവില്ല. അപ്പൊ അവിടെയൊക്കെ മാന്യമായി നിന്നാൽ അതൊക്കെ അതിന്റെ ഒരു സൗന്ദര്യമായി കൊണ്ടുകൂടി പഠിപ്പിക്കപ്പെടുന്നു. ഈമാന്റെ ഭാഗം കൂടിയാണ്. മാത്രവുമല്ല മറ്റൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും നല്ല മാന്യമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഇബ്രാഹിം അദ്ദേഹം റഹിമഹുല്ലാഹ്, ഈ അഹ്ലുസുന്ന നേതാക്കന്മാരിൽ ആദ്യകാല നൂറ്റാണ്ടിൽ ജീവിച്ച പ്രധാനിയായ മനുഷ്യൻ ഇബ്രാഹിം അദ്ദേഹം ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു ജൂതനായ മനുഷ്യൻ ഒരു നായയും പിടിച്ചുകൊണ്ട് കയറി വരികയാണ്. ഇബ്രാഹിം അദ്ദേഹത്തിനെ പരിഹസിക്കാൻ വേണ്ടി ഈ ജൂതൻ ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ താടിയാണോ എന്റെ നായയുടെ വാലാണോ ഏറ്റവും പരിശുദ്ധമായത് എന്ന പരിഹാസത്തിന് അങ്ങേയറ്റമാണ്. ഈ ഇസ്ലാമിന്റെ ചിഹ്നമായ താടിയെ പരിഹസിക്കുന്നു, വിശ്വാസിയെ പരിഹസിക്കുന്നു, നായയോട് ഉപമിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അത്രയും മോശമായ പദപ്രയോഗമാണ് നിർവഹിച്ചത്. നിങ്ങളുടെ താടിയാണോ എന്റെ നായയുടെ വാലാണോ ശുദ്ധമായത് എന്നാണ് ചോദ്യം. ഇബ്രാഹിം അദ്ദേഹം റഹിമഹുല്ലാഹ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ താടി സ്വർഗത്തിലാണെങ്കിൽ എന്റെ താടിയാണ് പരിശുദ്ധമായത്, എന്റെ താടി നരകത്തിലാണെങ്കിൽ എന്റെ നായയുടെ വാലാണ് ഇതിനേക്കാളും ശുദ്ധമായത് എന്ന് പ്രതികരിക്കുമ്പോൾ യഹൂദിക്ക് പിന്നെ പറയാനില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി എന്നാണ് അതേക്കുറിച്ച് പറയപ്പെടുന്നത്. ഒരു മാന്യമായ പെരുമാറ്റം കൊണ്ട് എത്ര വലിയ കുടിലമായ മനസ്സിനെയും മാറ്റാൻ കഴിയുമെന്ന ആശയമാണ് ആ ഒരു സംഭവത്തിലൂടെ ഉള്ളത്. അതാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, ഓതി വെച്ച ആയത്താണ്. നബിയെ താങ്കൾ അവരോട് മാന്യമായി പെരുമാറുന്നു എന്നത് റബ്ബിന്റെ റഹ്മത്താണ്. നല്ല സ്വഭാവം ഉണ്ടാകുന്നത് പഠിച്ചോൻ തന്നെ പ്രത്യേക റഹ്മത്താണ്. മാന്യമായി പെരുമാറാൻ കഴിയുക, മാന്യമായി സംസാരിക്കാൻ കഴിയുക, ശാന്തമായി സംസാരിക്കാൻ കഴിയുക എന്നത് വലിയ റഹ്മത്താണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നബിയെ ലിൻത ലഹും താങ്കൾ അവരോട് ലയ്യനായി മാന്യമായി പെരുമാറുന്നത്. വലൗ കുൻത ഫല്ലൻ വലീദൽ ഖൽബി ലം ഫഖൂ മിൻ ഹൗലിക, താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമൊക്കെ ആയിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ ഒഴിവാക്കി പോകുമായിരുന്നുവെന്ന് നബിയോട് അല്ലാഹു തആല പറയുന്ന സൂറത്ത് ആൽ ഇംറാനിൽ നമ്മൾ ഓതിയ വചനം. റബ്ബ് നൽകുന്ന റഹ്മത്തായി വേണം സൽ സ്വഭാവത്തെ കാണാൻ. നന്നായി സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ, മാന്യമായി പറയാൻ കഴിയുന്നുവെങ്കിൽ, ആളുകളെ വെറുപ്പിക്കാത്ത രീതിയിൽ പറയാൻ സാധിക്കുന്നുവെങ്കിൽ അത് റബ്ബ് തന്ന റഹ്മത്തായി തന്നെ കണക്കാക്കുക. അത് ഉണ്ടാകാനുള്ള വഴിയാണ് നമ്മൾ ശീലിച്ചെടുക്കേണ്ടത്. അതല്ല എങ്കിൽ, സംസാരം മോശമാണെങ്കിൽ, സ്വഭാവം മോശമാണെങ്കിൽ, ലം ഫള്ളൂ മിൻ ഹൗലിക, നബിയെ നിങ്ങളുടെ ചുറ്റുഭാഗത്തു നിന്നും അവർ പിരിഞ്ഞു പോകുമെന്ന്, നബിയെ ഒഴിവാക്കി പോയി ഇയാളെ കൂടെ നിൽക്കാൻ കഴിയില്ല, ഇയാളെ കൂടെ ശരിയാവില്ല എന്ന് പറഞ്ഞ ആളുകൾ പോകുമായിരുന്നു. പക്ഷെ പോയില്ല. നബിയുടെ കൂടെ വന്ന ഒരാള് പോലും നബിയുടെ ഒരു മോശത്തരം പറഞ്ഞ്, നബി എന്നോട് അങ്ങനെ പറഞ്ഞു, നബി ഇങ്ങനെ പ്രയോഗിച്ചു, നബിന്റെ ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇനി ഞാനില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. ശേഷം അല്ലാഹു പറഞ്ഞു, എന്നാലും നബി തങ്ങൾ അവർക്ക് മാപ്പ് നൽകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ കാര്യങ്ങൾ മുശാവറ ചെയ്യണം എന്നൊക്കെ നബിയോട് അല്ലാഹു തആല പിന്നീട് ഉപദേശമായി നൽകുകയും ചെയ്യുന്നു. അപ്പൊ അത്തരം പാഠങ്ങളെ ഉൾക്കൊള്ളുക. നമ്മുടെ സ്വഭാവത്തെ പറ്റി നമ്മളൊന്ന് വിലയിരുത്തി, എന്റെ സ്വഭാവം എങ്ങനെയാണ്, എന്റെ ശൈലി എങ്ങനെയാണ്, അത് ഏറ്റവും മാന്യമായ രീതിയാണോ, എഡിറ്റ് ചെയ്യാനുണ്ടോ, മാറ്റം വരുത്താനുണ്ടോ എന്ന് അവനാനെ പറ്റി ആലോചിക്കുകയും വലിയ മാറ്റങ്ങളും ആവശ്യമെങ്കിൽ അത് വരുത്തി ഈമാനിന്റെ പൂർത്തീകരണം കൂടിയാണ് മാന്യമായ സംസാരമെന്ന് മനസ്സിലാക്കി ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന
وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.